അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ലാൻഡ് ഷെയ്ഡ് ചെയ്ത് വരച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 10B ഒരു പെൻസിലാണ്, പിന്നെ HBൻ്റെ പിന്നെ 8Bയുടെ പെൻസിലാണ്. അത് ഒരു ഇറേസർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഇതിൻ്റെ മോൾ ഭാഗമായിട്ടാണ് വരയ്ക്കുന്നത്. ചാർട്ടായിട്ടാണ് എത്ര നല്ല വലുതായിട്ട് വരയ്ക്കുന്നത്. ഇങ്ങനെ മോൾ ഭാഗം വരച്ചെടുക്കുവാണ്. ഓക്കെ, ഞാൻ എൻ്റെ മുകളിലുള്ള ഭാഗം വരച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഭാഗം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യം ലൈറ്റായിട്ടാണ് വരയ്ക്കാൻ പാടുള്ളൂ. തെറ്റിപ്പോയി റേസ് ചെയ്യാൻ കുറച്ച് പണിയുണ്ടാവും. നമ്മൾ മോൾ ഭാഗം വരച്ചിട്ടുണ്ട്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ അടിഭാഗമാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനൊരു പോർഷനാണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതിൻ്റെ മോൾ ഭാഗമാണ് കേട്ടോ. വരച്ചെടുക്കാൻ പോകുന്ന അതിൻ്റെ ഹോൾ, ഇത് സിനോൺ ഹോൾസാണ്. ഓക്കെ, സെൻറ്ററിൽ ഒരെണ്ണം, ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം. ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു താഴേക്ക് 2 ലൈൻ വരച്ചു കൊടുക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ വരയ്ക്ക് കൊടുക്കാൻ പോകുന്നതിൻ്റെ പിടിയാണ്. അപ്പം അതിന് മുമ്പ് തന്നെ ഇത് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കട്ടെ. ഓക്കെ, നമ്മൾ ഇങ്ങനൊരു വര വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾ ശരിക്കുള്ള ലാൻഡ് വരുന്ന ഭാഗത്താണ് വരച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊരു സ്പൂൺ വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ 2 ലൈൻ അപ്പുറത്തും ഇപ്പുറത്തോട്ട് വരച്ച് കൊടുക്കണം. ഇതെല്ലാം ഒരു ലൈനിലായിട്ടാണ്, ഇങ്ങനെ ഒരു ലൈനായിട്ട് തിരിയണം കേട്ടോ. ഓക്കെ, എന്നിട്ട് കൂടി ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഹോൾസ് കൊടുക്കണം. ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഹോൾസ് പോലെ ചെറിയൊരു ഇടവിട്ട് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ ഷെയ്ഡ് അടിക്കുമ്പോൾ ശരിയായിക്കോളും. ഓക്കെ, അടുത്തതായി നമ്മൾ ഇതിൻ്റെ ശരിക്കുള്ള ഭാഗം വരച്ച് കൊടുക്കാൻ പോകണം. അങ്ങനെ തന്നെ 2 ഭാഗം ശരിയായി വരണം. കുറച്ച് ഇരിക്കണം കേട്ടോ. വരയ്ക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷൻ ആയിരിക്കണം. ഓക്കെ, ഏകദേശം അതായിട്ടുണ്ട്. നമുക്ക് ഇത് റിവോൾവ് കൊടുക്കണം കേട്ടോ. ഇപ്പം ലാൻഡിൻ്റെ അടിഭാഗം കൊടുക്കണം. ചില ഡാർക്ക് കൊടുത്തോ.
ഇത് നമ്മളതിൻ്റെ അടിഭാഗം വരച്ചെടുക്കുവാണ്. ശരിയായിട്ടില്ല. ഓക്കെ, നമ്മൾ അടിഭാഗം ഒന്നും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ തിരിച്ചിന് പവർ കൂട്ടുന്ന സംഭവം. അപ്പോൾ നമ്മൾ കൂടെ കൊടുക്കണം. ഓക്കെ, ഒക്കെ നമ്മൾ ലൈറ്റായിട്ടെല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ മോൾ ഭാഗത്ത് ഇവിടെ നമ്മൾ നേരത്തെ വരച്ചില്ലായിരുന്നു, അതിൻ്റെ താഴെ തന്നെ ഇങ്ങനെ ഒരു 4 എണ്ണം വരച്ചു കൊടുക്കണം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ പിടിയാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ആകുമ്പോൾ നിർത്തണം. ഇവിടെയാണ് എൻ്റെ ഇത് കണക്ട് കൊടുക്കുക. അങ്ങനെ എടുത്ത് ഇവിടെ മുട്ടിയിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ വരച്ച് ഈ ലൈനിനകത്ത് നിന്ന് തന്നെ ഒരു ലൈനും കൂടെ 2 ലൈൻ വരച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇവിടുന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുവാണ്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ഒരു സൈഡിലെ പിടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ സൈഡിലെ പിടി റെഡിയാക്കാൻ പോകുന്നു. നമ്മൾ നേരത്തെ വരച്ചോ ചെയ്തതുപോലെ തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ലൈൻ നേരെ നേരത്തേക്ക് പോയി യോജിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആക്കുക. ഓക്കെ, ഒരു വര വരച്ചെടുക്കുകയാണ്. ഓക്കെ, അത് നമ്മൾ ലാൻഡേണ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷെയ്ഡിങ് പ്രോസസ്സാണ്. അപ്പോൾ ഷെയ്ഡിങ് പ്രോസസ്സ് നമ്മൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ഉണ്ടാവും. കയറി സപ്പോർട്ട് ചെയ്യുക. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.